നമ്മുടെ പച്ചക്കറി കർഷകരെ ഇന്നേറെ പ്രതിസന്ധിയിലാക്കുന്നത് വിപണന മേഖലയാണ്. ഇടത്തട്ടുകാരുടെ ഇടപെടൽ മൂലം ലാഭവിഹിതത്തിന്റെ ഏറിയ പങ്കും കർഷകർക്ക് നഷ്ടപ്പെടുന്നു. ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം എന്ന നിലയിലാണ് സംസ്ഥാന കൃഷി വകുപ്പ് പച്ചക്കറി വികസന ഏജൻസിയുടെ കീഴിൽ സ്വാശ്രയ വിപണികൾ തുടങ്ങിയത്. ഈ പദ്ധതിയുടെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ നടപ്പിലാക്കിയ 5 പച്ചക്കറി വിപണികളിൽ ഒന്നാണ് എലന്തൂരിലേത്. കേരളത്തിന്റെ കാർഷിക മേഖലയിൽ ഒരു മാറ്റത്തിന്റെ ദിശ തെളിച്ച ഈ ഹരിത സംഘത്തിന്റെ ഒരു മികവുറ്റ വിജയം പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ ഗ്രാമത്തിൽ കാണാനാകും. ജില്ലയിൽ നടപ്പാക്കിയ 5 ഹരിത സംഘങ്ങളിൽ ഒന്നാണ് ഇലന്തൂരിലേത്. 3 മുതൽ 30 വർഷത്തിലേറെ കാലം കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടു വരുന്ന പച്ചക്കറി കർഷകരാണ് ഇലന്തൂരിലുള്ളത്. കച്ചവട കേന്ദ്രങ്ങളിലൂടെ തങ്ങളുടെ കാർഷിക വിളകൾക്ക് കാര്യമായ ലാഭം കിട്ടാതെ വലഞ്ഞ ഇവർക്ക് മുൻപിൽ പുതിയ പ്രതീക്ഷകളുടെ വെളിച്ചം പകർന്നുകൊണ്ടാണ് ഇലന്തൂരിലെ ഹരിതസംഘം പ്രവർത്തനം ആരംഭിച്ചത്. ഇലന്തൂർ ഗ്രാമത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന 37-ലേറെ വരുന്ന കർഷകരാണ് ഈ കൂട്ടായ്മയുടെ കരുത്തായി അണിനിരുന്നത്. ഇലന്തൂർ കൃഷിഭവൻ ഈ കർഷക ഒരുമയ്ക്ക് സുശക്തമായ നേതൃത്വവുമേകി. സ്വന്തം ഭൂമിയിലും പാട്ടഭൂമിയിലുമൊക്കെയായി ഇലന്തൂരിലെ ഈ കർഷകർ വിയർപ്പു നീരൊഴുക്കി വിളയിച്ചെടുത്ത പച്ചക്കറി വിളകൾ ഗ്രാമസ്ഥിര കേന്ദ്രത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയ ഹരിത സംഘത്തിലൂടെ ദിവസങ്ങളുടെ പ്രത്യേകതയോ ആഘോഷങ്ങളുടെ പ്രത്യേകതയോ നോക്കാതെ മെച്ചപ്പെട്ട വിലയ്ക്ക് വിറ്റഴിച്ചു പോരുന്നത്. ജൈവവള പ്രയോഗത്തിലൂടെ മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാവൽ, പടവലം, വെള്ളരി, വഴുതിന, കോവൽ, പയർ, ചതുരപ്പയർ, ചീര, മുരിങ്ങയ്ക്ക, ചേന, ചേമ്പ്, കറിവേപ്പില, പച്ചമുളക്, വിവിധതരം വാഴക്കുലകൾ തുടങ്ങിയവ ഹരിതസംഘ വിപണിയിൽ കുറഞ്ഞ വിലയ്ക്ക് ഉപഭോക്താവിന് ലഭിക്കുന്നു. ഒപ്പം ജൈവകൃഷിയിലൂടെ തന്നെ വിളയിച്ചെടുത്ത കാരറ്റും ബീട്രൂട്ടും സവാളയുമൊക്കെ ഈ ഹരിതസംഘ വിപണിയിൽ ഫാം ഫ്രഷായി ആവശ്യക്കാരുടെ കൈകളിലേക്കെത്തുന്നു. 2013-14 വർഷത്തെ പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇലന്തൂർ ഗ്രാമപഞ്ചായത്തിൽ 37 കർഷകർ ചേർന്ന ഒരു ഹരിതസംഘം രൂപീകരിക്കുകയും അവർക്ക് വിപണനത്തിന് ഏറ്റവും അധികം സൗകര്യം നൽകുന്ന രീതിയിൽ ഒരു വിപണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചത്. 13-14 സ്കീമിലാണെങ്കിലും 2014 കർഷക ദിനത്തിനാണ് നമ്മളിവിടെ ഈ വിപണി ഉദ്ഘാടനം ചെയ്തത്. 37 കർഷകരും ഹരിതസംഘത്തിലുള്ളവർ ഒരു വർഷത്തിൽ 3 പ്രാവശ്യം വിളവെടുക്കുന്ന പച്ചക്കറി കൃഷി ചെയ്യുന്ന ഫുൾ ടൈം കൃഷിക്കാർ തന്നെയാണ്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഏറ്റവും അധികം സഹകരണം, ഒരു നല്ല ലൊക്കേഷൻ നമുക്ക് ഈ വിപണി തുടങ്ങാൻ വേണ്ടിയിട്ട് ലഭിക്കുകയുണ്ടായി. റോഡ് സൈഡ് തന്നെ തിരുവല്ല പത്തനംതിട്ട മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെ ഈ വിപണി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ചെയ്തു തന്നു. അതോടുകൂടി ഈ കർഷകരുടെ സഹായത്തോടെയും കൂടി ഈ വിപണി ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ 2 വർഷമായിട്ട് കഴിഞ്ഞ ഓണത്തിന് അവർക്ക് നല്ല രീതിയിൽ ബോണസും വിതരണം ചെയ്യാനും വിപണിയിലെ വിപണനവും സംഭരണവും വളരെ നന്നായി കൊണ്ടുപോകാനും കഴിഞ്ഞു വരുന്നു. കഴിഞ്ഞ 30 വർഷമായി പച്ചക്കറി കൃഷി ചെയ്തു പോരുന്ന പ്രസാദ് 3 വർഷമായി പാട്ടത്തിനെടുത്ത വയലിൽ കൃഷിഭവന്റെ നിർദ്ദേശപ്രകാരമുള്ള കാർഷിക രീതി അവലംബിച്ച് ഏത്തവാഴ, പടവലം, പയർ, പാവൽ, വെള്ളരി തുടങ്ങിയ ഇനങ്ങൾ നട്ടുനനച്ചു വളർത്തുന്നു. മുൻകാലങ്ങളിൽ തന്റെ വിളകൾ വിവിധ മാർക്കറ്റുകളിൽ എത്തിച്ച് വിറ്റുപോന്നിരുന്ന ഈ കർഷകന് കാര്യമായ ആദായം ലഭിച്ചിരുന്നില്ലെങ്കിലും ഇപ്പോൾ ഇലന്തൂരിൽ പ്രവർത്തനം ആരംഭിച്ച ഹരിത വിപണിയിലൂടെയുള്ള വിറ്റുവരവ് ഏറെ ആശ്വാസകരമാകുന്നതിൽ പ്രസാദിന് ആഹ്ലാദം തന്നെ. നമ്മൾ നേരത്തെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിപണി മാർക്കറ്റിലാണ്, ചന്തയിലൊക്കെ പത്തനംതിട്ടയിലൊക്കെ കൊണ്ടു കൊടുക്കും. നമുക്ക് ന്യായമായ വിലയൊന്നും കിട്ടത്തില്ലായിരുന്നു. അപ്പം നമ്മൾ അവിടെ കൊണ്ടുചെന്ന വലിയ ഒരു ദിവസത്തെ മെനക്കേടായിരുന്നു. ഇപ്പോൾ എലന്തൂർ വിപണി തുടങ്ങിയോടുകൂടി നമുക്ക് ആ ബുദ്ധിമുട്ട് മാറിയിട്ടുണ്ട്. നല്ല വിലയും കിട്ടുന്നുണ്ട്. നമുക്കെപ്പോഴും സാധനം വിറ്റ് മാറുന്നുണ്ട്. പിന്നെ
ഈ കട തുടങ്ങിയോടുകൂടി നമുക്ക് നല്ല കൃഷിക്കാർക്ക് നല്ല നേട്ടം ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ലാഭവീതം ഓണത്തിന് ഒരു 5000 രൂപ വെച്ച് കിട്ടിയായിരുന്നു. പിന്നെ തൂക്കത്തിൻ്റെ ഓരോ കിലോയ്ക്ക് 1 രൂപ വെച്ച് കിട്ടും. അങ്ങനെ ഒരു വർഷം 10,000-6,000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. ഈ പച്ചക്കറി ഈ കൃഷി തുടങ്ങി കൃഷിഭവനുമായിട്ട് നല്ല ബന്ധങ്ങളാണ്. കൃഷി ഓഫീസർ സിന്ധു സാറിൻ്റെ നല്ല സഹായങ്ങളുണ്ട്. അപ്പം നമുക്ക് ഈ കൃഷി ചെയ്യുന്നത് ഇപ്പം വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, ഈ കടലപ്പിണ്ണാക്ക് ഇതൊക്കെ ചേർത്താണ് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൃഷിക്ക് ഈ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ നമുക്ക് കൃഷിഭവന് നല്ല സഹായം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എന്തോ കുഴപ്പമുണ്ടെങ്കിൽ കൃഷി ഓഫീസർ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് സിന്ധു സാർ വന്ന് പറഞ്ഞ് അതുകൊണ്ട് നമുക്ക് അത് കണ്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ വളവിടിയില്ല, വളത്തിന് വഴുതനയുണ്ട്, ഈ വളം ചെയ്തുകൊണ്ടിരിക്കുക. ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, കൊഞ്ചുപൊടി ഇതൊക്കെ ഞങ്ങൾ മെയിനായിട്ട് ഇപ്പം കൃഷി വളം ഇട്ടുകൊണ്ടിരിക്കുന്നത്. പച്ചക്കറി വിളകൾക്ക് നല്ല വില ലഭിക്കുന്നതിനൊപ്പം ഓണക്കാലത്ത് 5000 രൂപയോളം ബോണസായും കർഷകർ നൽകുന്ന പച്ചക്കറി ഇനങ്ങൾക്ക് 1 കിലോഗ്രാമിന് 1 രൂപ എന്ന നിലയിൽ കമ്മീഷനായും ഹരിതസംഘ വിപണിയിൽ നിന്ന് ലഭിക്കുമ്പോൾ പ്രസാദിനെ പോലെയുള്ള ഇലന്തൂരിലെ പച്ചക്കറി കർഷകരിൽ ജീവിത പുരോഗതിയുടെ തെളിമ തന്നെ പടരുന്നു. ഞാൻ 23 വർഷം കൊണ്ട് കൃഷി ചെയ്യുന്നു. അതിൽ കൂടുതലും പച്ചക്കറികളാണ്. പിന്നെ കപ്പയുണ്ട്, വാഴയുണ്ട്, ചേന, ചേമ്പ്, പയറ്, പടവലം, പാവൽ, കുക്കുംബർ ഇതെല്ലാം കൃഷി ചെയ്യുന്നു. ഞാനൊരു റബ്ബർ ടാപ്പിങ്ങുകാരനായിരുന്നു. അപ്പോൾ റബ്ബർ ആരും വെട്ടിക്കാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ കൂടുതലായിട്ട് 2-3 വർഷം കൊണ്ട് കൃഷിയിലേക്ക് മാത്രം തിരിഞ്ഞിരിക്കുകയാണ്. പിന്നെ എന്തുണ്ടെങ്കിലും ഇപ്പം നമ്മൾ നേരത്തെ മാർക്കറ്റിലാണ് പത്തനംതിട്ട കോഴഞ്ചേരിയിലാണ് കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം അവിടെ നമ്മൾ രാവിലെ ഇതും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഉച്ച കഴിയും ആ സാധനം വിറ്റ് പറക്കി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഒരു കൃഷിഭവൻ്റെ ഒരു പച്ചക്കറി ഹരിത സംഘം എന്ന് പറഞ്ഞൊരു പച്ചക്കറി കട തുടങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മളെല്ലാം ഏത് സമയത്ത് കൊണ്ടെന്നാലും വിറ്റഴിച്ച് പോരാം, നമ്മൾ കൊണ്ട് കൊടുക്കുന്നു. അഥവാ എന്തെങ്കിലും മറ്റു പണിയാണെന്നുണ്ടെങ്കിൽ എടുത്ത് വണ്ടിക്ക് കൊടുത്തു വിട്ടെന്ന് പറഞ്ഞാലും അവിടെ തൂക്കി അതിൻ്റെ പൈസ ആ വണ്ടിക്കാരൻ്റെ തന്നെ തിരിച്ചു കൊടുത്തു വിടും. പിന്നെ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ 10 കിലോ കൊടുത്താൽ അതിൽ 10 രൂപ നമുക്ക് വിറ്റ് മാറുന്നതിൻ്റെ കമ്മീഷനായിട്ട് തരുന്നുണ്ട്, ലാഭവീതം തരുന്നുണ്ട്. പിന്നെ ഒരു വർഷം നമുക്ക് 5000 രൂപ വെച്ച് അതിൻ്റെ ലാഭം വീതിച്ച് തരുന്നുണ്ട്. ഞങ്ങൾ 10-35 പേർക്ക് അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ സിന്ധു സാറാണ് ഇതിന് എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ വന്ന് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ വന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പച്ചക്കറിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന അസുഖങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു തരും. അതിന് വേണ്ടുന്ന സഹായങ്ങൾ നമുക്ക് ചെയ്തു തരും, പറഞ്ഞ് മനസ്സിലാക്കി തരും. അതിൻ്റെ അനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നു. ചേന, ചേമ്പ്, പാവൽ, പടവലം, പയർ തുടങ്ങിയ ഇനങ്ങളാണ് പുഷ്പാങ്കദൻ എന്ന കർഷകന്റെ പാട്ടകൃഷി. ഹരിതസംഘ വിപണിയിൽ നിന്നും തന്റെ വിളകൾക്ക് ലഭിക്കുന്ന നല്ല ആദായത്തിൽ ഈ കർഷകനും സംതൃപ്തി തന്നെ. ഇപ്പം 42 വർഷം കൊണ്ട് കൃഷി ചെയ്യുക. നെൽകൃഷി, പിന്നെ പച്ചക്കറികൾ, എല്ലാ ഐറ്റങ്ങളും, ചേന, കാച്ചിൽ, ചേമ്പ്, പിന്നെ വഴുതന, പാവൽ, പടവലം, പയർ, പിന്നെ വെള്ളരി, കോവൽ, ഇങ്ങനെയുള്ള വഴുതന എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട്. ചുവന്ന വാഴ 7 ഇനം വാഴ ഇനമുണ്ട്. ഇഞ്ചി കണ്ട് ഇത് നമ്മുടെ പഴയ നാടൻ ഇഞ്ചിയാണ് ഇത്. ഇപ്പോഴത്തെ പുതിയ ഇനമല്ല, പഴയ നാടൻ ഇഞ്ചി. ഇതാ ഏറ്റവും കറിക്കായിരുന്നാലും നമ്മളെടുത്താലും മണമുള്ളതും രുചിയുള്ളതും ഇതിനാണ്. മറ്റേ മലബാർ ഇഞ്ചിയൊന്നുമല്ല, നമ്മുടെ നാടൻ ഇഞ്ചിയാണ്. കൃഷി രീതി എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം പിന്നെ കിളച്ച് വിത്തിനിട്ടിച്ച് പിന്നെ ഒടിച്ച് ചാണകവെള്ളവും ഇതിൽ കലക്കി പിന്നെ ഉണങ്ങുക. ഒരു ഉണക്ക് വരപ്പം പിന്നെ വാരി കൂട്ടി ഒരിടത്ത് ഇടും തണുപ്പിന്. അപ്പോൾ ഇത് മുടം പൊട്ടുന്നുണ്ട് പറക്കി നടുക. ചാണകപ്പൊടി ഇട്ടാണ് നടുന്നത്, അല്ല വേറെ രാസവളങ്ങളൊന്നും ഇടാതെ ചാണകപ്പൊടി ഇട്ട് നട്ട് കിളിച്ച് വരുന്നുണ്ടെ വേപ്പിൻ പിണ്ണാക്കും, കടലപ്പിണ്ണാക്കും, കോഴിവളവും, തേയിലപ്പൊടി, ചാണം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇടും. ബോഡോബോൺസിൻ്റെ പൊടിയും ചേർക്കും. ബോഡോബോൺസ് അതും കൂടെ ചേർത്തിട്ട് ആ പഴുപ്പൊന്നും വരത്തില്ല, കംപ്ലീറ്റ് മാറും. ഈ വിരയുടെ കുഴപ്പമെല്ലാം ബോഡോബോൺസ് ചാണകപ്പൊടിയുടെ കൂടെ ഇട്ട് ഇളക്കി അങ്ങിട്ട് കൊടുത്താൽ. 42 വർഷത്തെ കാർഷിക ചരിത്രമാണ് ഹരിദാസിനുള്ളത്. നെൽകൃഷിയിൽ ആരംഭിച്ച കാർഷിക വൃത്തി നാടൻ ഇഞ്ചി, മരച്ചീനി, പാവൽ, പടവലം, വെള്ളരി, വിവിധതരം വാഴകൾ തുടങ്ങിയവയിലേക്ക് ഇന്ന് എത്തി നിൽക്കുന്നു. ഹരിതസംഘത്തിന്റെ വരവോടെ
വിപണന രംഗത്തുണ്ടായ മാറ്റത്തെ പ്രതീക്ഷയോടെ ഈ കർഷകനും കാണുന്നു. കൃഷിഭവന്റെ സഹകരണത്തോടെയുള്ള ജൈവവള പ്രയോഗമാണ് ഇലന്തൂരിലെ പച്ചക്കറി കർഷകർ സ്വീകരിച്ചു പോരുന്നത്. ചാണകപ്പൊടി, എല്ലുപൊടി, കൊഞ്ചുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് എന്നിവയുടെ മിശ്രിതം തയ്യാറാക്കി അതിനു മുകളിൽ ചണച്ചാക്കിയിട്ട് മൂടുകയും തുടർന്ന് 15 ദിവസം കഴിയുമ്പോൾ പാകമാകുന്ന വളം വിളകൾക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന ജൈവവളം ചെടികൾ വേഗത്തിൽ വലിച്ചെടുക്കുന്നു എന്നതാണ് ഈ രീതിയുടെ പ്രത്യേകത. വലിപ്പമേറിയ കിഴങ്ങുവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ശ്രദ്ധേയനായ KV രഘു എന്ന കർഷകനും ഇലന്തൂരിലെ ഹരിത സംഘാംഗമാണ്. ഒറ്റച്ചുവട്ടിൽ ഒത്തിരി ഭാരം തീർക്കുന്ന മരച്ചീനിയും കാച്ചിലും കൂവയുമൊക്കെ ഇലന്തൂരിലെ ഈ ഫലപുഷ്ടിയുള്ള മണ്ണിൽ വിളയുമ്പോൾ ഹരിതസംഘ വിപണിക്ക് അത് ഒരു അഭിമാനം കൂടിയായും മാറുന്നു. വിപണി കൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അസംഘടിതരായി നിന്നിരുന്ന പച്ചക്കറി കർഷകരെ നമുക്ക് ഒന്നിച്ച് കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ അവരുടെ വിളവെടുക്കുന്ന സമയവും അവർ കൃഷി ചെയ്യുന്ന സമയവും ഒരു കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ, അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലും പടവലം മാത്രമായിരുന്നു ഇവിടെ പണ്ട് കാലങ്ങളിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അത് മാറ്റി വെറൈറ്റി ആയിട്ടുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യാൻ കർഷകരെ പ്രേരിപ്പിക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ നേരത്തെ അവർക്ക് വില കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആ സാഹചര്യം മാറി ഇന്ന് കർഷകർക്ക് തന്നെ വില നിശ്ചയിക്കാനും, ഇപ്പോൾ ഇലന്തൂര് ഈ സമീപ പ്രദേശങ്ങളിൽ പച്ചക്കറിയുടെ വില നിശ്ചയിക്കുന്നതിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ വിപണി തന്നെയാണെന്ന് പറയാം. അതേ രീതിയിൽ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് അവർക്ക് ഏറ്റവും പ്രധാന ഒരു ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമായ വിപണന സൗകര്യം ഒരുക്കി കൊടുക്കുക എന്ന പ്രധാനമായ കാര്യം ചെയ്തത് നമ്മുടെ ഈ വിപണിയാണ്. ഇലന്തൂരിലെ പച്ചക്കറി കർഷകരുടെ അഭിവൃദ്ധിയെ ലക്ഷ്യമാക്കി ഇലന്തൂർ കൃഷിഭവൻ വിവിധ സേവനങ്ങൾ നടപ്പാക്കി പോരുന്നു. അസംഘടിതരായി നിന്നിരുന്ന പച്ചക്കറി കർഷകരെ ഹരിതസംഘം എന്ന പൊതു കൂട്ടായ്മയിലേക്ക് നയിച്ച കൃഷിഭവൻ സംഘത്തിന്റെ പ്രവർത്തനത്തിനായി ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെ ആസ്ഥാന കേന്ദ്രവും സജ്ജമാക്കി. സംഭരണത്തിനും വിതരണത്തിനും പുതിയ സംവിധാനങ്ങൾ നടപ്പിലാക്കിയതോടെ സീസൺ അനുസരിച്ച് കൃഷി ചെയ്തു പോന്നിരുന്ന കർഷകർ ആണ്ടിൽ 3 തവണയായി പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ ആരംഭിച്ചു. മറ്റ് ചന്തകളിൽ നിന്നും ലഭിക്കാതിരുന്ന വില കിട്ടുകയും ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയ്ക്ക് പച്ചക്കറികൾ വിൽക്കുകയും ചെയ്യുന്ന ഹരിതസംഘത്തിന്റെ നെടും തൂണുകളായി മാറുകയായിരുന്നു ഇലന്തൂരിലെ പച്ചക്കറി കർഷകർ. ഇന്ന് ഈ പ്രദേശത്തെ പച്ചക്കറി വില നിയന്ത്രിക്കുന്നതിൽ ഇലന്തൂരിലെ ഹരിതസംഘത്തിന് നിർണായകമായ പങ്ക് തന്നെ ഉണ്ട്. വിപണിയുടെ മറ്റൊരു ഉദ്ദേശം എന്ന് പറയുന്നത് സേഫ് ടു ഈറ്റ് പച്ചക്കറി, സുരക്ഷിത പച്ചക്കറി, അതായത് കീടനാശിനികൾ ഏറ്റവും മിനിമം ഉപയോഗിച്ചാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്. കീടനാശിനികൾ ഉപയോഗിക്കുന്നില്ലെന്ന് തന്നെ പറയാം. വളപ്രയോഗം അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സുരക്ഷിത പച്ചക്കറി മറ്റ് കടകളിൽ ലഭിക്കുന്നതിനേക്കാൾ ഒരു 5 രൂപയെങ്കിലും താഴ്ന്ന വിലയിൽ, ന്യായമായ വിലയിൽ കൺസ്യൂമേഴ്സിന് എത്തിച്ചു കൊടുക്കുക. അതും സേഫ് ടു ഈറ്റ് പച്ചക്കറി ഫ്രഷ് ആയിട്ട് നമ്മുടെ ഫാമിൽ നിന്ന് തന്നെ നേരിട്ട് വരുന്ന, നമ്മുടെ ഈ പഞ്ചായത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി കൺസ്യൂമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ കർഷകർക്കും അവർ മറ്റു കടകളിൽ കൊടുക്കുന്നതിനെക്കാട്ടിൽ 5 രൂപയെങ്കിലും കൂടുതൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കിലോയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ഈ കട നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. ഹരിതസംഘത്തിന്റെ ക്രയവിക്രയങ്ങൾക്ക് നേതൃത്വമേകുന്നതിനൊപ്പം കൃഷിഭവൻ കാലാനുസൃതമായ കാർഷിക മാറ്റങ്ങൾക്ക് കർഷകരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതിലൊന്നാണ് സോയിൽ ഹെൽത്ത് കാർഡ് സംവിധാനം. കർഷകരുടെ കൃഷിയിടങ്ങളിൽ നിന്നും മണ്ണിന്റെ സാമ്പിളുകൾ എത്തിച്ച് അവയിലെ സൂക്ഷ്മ മൂലകങ്ങൾ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തി നൽകുന്ന രീതിയാണ് ഇത്. മണ്ണിലെ പോഷക ഘടകങ്ങളെ തിരിച്ചറിയുന്നതിലൂടെ കർഷകർക്ക് കൃഷി ചെലവ് ഏറെ നിയന്ത്രിക്കാനുമാകുന്നു. നമ്മുടെ വിപണിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ വർഷം നമ്മളൊരു പച്ചക്കറി തൈ ഉൽപ്പാദന കേന്ദ്രം കൂടി സ്ഥാപിക്കുകയുണ്ടായി. സർക്കാരിൽ നിന്നും 1.5 ലക്ഷം രൂപ നമുക്കതിന് സബ്സിഡി ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. ഒരു നഴ്സറിയും, അത് നമ്മുടെ ഈ വിപണിയിലെ ഒരു അംഗമായ മുൻ ഭരണസമിതിയിൽ ട്രഷററായിരുന്ന ശ്രീ റജി അദ്ദേഹമാണ് ചെയ്യുന്നത്. അദ്ദേഹം ഓൾറെഡി അഗ്രികൾച്ചർ പഠിച്ചൊരു വ്യക്തിയും കൂടിയാണ്. ഈ തൈ ഉൽപ്പാദനത്തിൽ ട്രെയിനിങ്ങൾ ലഭിച്ച വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഈ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മുടെ വിപണിയിൽ കൂടി പച്ചക്കറി തൈകൾ യഥേഷ്ടം
ആവശ്യമുള്ള കർഷകർക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു. 2 രൂപയാണ് ഒരു തൈക്ക് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ സീസണിൽ നമ്മൾ കൂൾ സീസൺ വെജിറ്റബിൾസ്, ക്യാബേജ്, കോളിഫ്ലവർ അടക്കം എല്ലാ പച്ചക്കറിയിലും തൈകൾ കൊടുത്തിരുന്നു. അതിൽ 2 രൂപ നമ്മൾ തൈക്ക് കൊടുക്കുന്നു. അതിൽ 50% അദ്ദേഹത്തിനും ബാക്കി വിപണിയിലേക്കും കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ തൈകൾ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹരിത ലീഡ്സ് പച്ചക്കറി തൈ ഉൽപാദന കേന്ദ്രമാണ് കർഷകർക്കായി കൃഷിഭവൻ ഒരുക്കിയ മറ്റൊരു സംരംഭം. പോളിത്തീൻ ട്രേ, കപ്പ്, ഗ്രോ ബാഗ് എന്നിവയിൽ മണ്ണും വളവും നിറച്ച് പച്ചക്കറി വിത്തുകൾ പാകി മുളപ്പിച്ച് തൈകളാക്കി ഹരിത സംഘ വിപണിയിലൂടെ കർഷകരിലെത്തിക്കുന്ന പദ്ധതിയാണ് ഇത്. വിത്തും വളവും ഗ്രോ ബാഗുമെല്ലാം കൃഷിഭവൻ തന്നെ നൽകുന്നു. 2 രൂപ നിരക്കിൽ വിറ്റുപോകുന്ന തൈകളിൽ നിന്ന് ലഭിക്കുന്ന ആദായം ഹരിത സംഘവും തൈകൾ തയ്യാറാക്കുന്ന തൊഴിലാളികളും പങ്കുവയ്ക്കുന്നു. വിത്ത് മുതൽ വിളവെടുപ്പ് വരെയുള്ള കൃഷിയുടെ ഘട്ടങ്ങളിൽ കർഷകരെ സഹായിക്കുകയും വിളകളുടെ ആദായകരമായ വിൽപ്പന ഹരിത സംഘ വിപണിയിലൂടെ സാധ്യമാക്കി കൊടുക്കുകയും ചെയ്യുന്ന വിഹിതമായ ഒരു കാർഷിക ക്ഷേമ പ്രവർത്തനമാണ് ഇലന്തൂരിലെ കൃഷിഭവൻ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇലന്തൂരിലെ ഹരിത സംഘ വിപണി ഇന്ന് കർഷകരുടെയും ഉപഭോക്താക്കളുടെയും ആശ്വാസ കേന്ദ്രം കൂടിയായി മാറുന്നു. എല്ലാ ഇനം പച്ചക്കറി വിളകളും ഇവിടെ ന്യായവിലയ്ക്കും കൃത്യമായ തൂക്കത്തിലും ഹരിത സംഘ വിപണിയിൽ നിന്നും ആവശ്യക്കാർക്ക് ലഭിക്കുന്നു. ജൈവവിളകൾക്ക് പ്രിയം വന്നിരിക്കുന്ന ഇക്കാലത്ത് ഇവിടേക്കെത്തുന്ന ഉപഭോക്താക്കളുടെ എണ്ണവും അനുദിനം കൂടുന്നു. പച്ചക്കറികൾക്കൊപ്പം ഇലന്തൂരിലെ വക ഗുരുവായൂർ പപ്പടം, ദാഹശമനി, ഉണ്ണിയപ്പം തുടങ്ങിയവയും വിപണിയിലുണ്ട്. ഇലന്തൂർ എന്ന ഒരു കൊച്ചു പ്രദേശത്ത് വേറിട്ട് നടന്നുപോയിരുന്ന കാർഷിക പ്രവർത്തനങ്ങളെ ഒരു കുടയ്ക്ക് കീഴിൽ ഏകോപിച്ച് നിർത്തി പുത്തൻ കാർഷിക മാനങ്ങൾ തീർക്കാൻ ഹരിത സംഘ വിപണിക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇലന്തൂരിലെ പച്ചക്കറി കർഷകർ ഇന്ന് ഏറെക്കുറെ സന്തുഷ്ടരാണ്. വിപണിയിലൂടെ അവർ ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുമ്പോൾ കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് അവർ. അത് നമ്മുടെ കാർഷിക മേഖലയിൽ പുതിയ പ്രതീക്ഷകളും നൽകുന്നു. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെങ്ങ് കയറ്റക്കാർക്ക് അപകട ഇൻഷുറൻസ്. റബ്ബർ ഉൽപ്പന്ന പരിശോധനയിൽ പരിശീലനം. അമ്പലവയലിൽ പൂപ്പൊലി പുഷ്പോത്സവം. നാളികേര വികസന ബോർഡിന്റെ കേര സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം തെങ്ങുകയറ്റക്കാർക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നു. പദ്ധതിയിൽ അപേക്ഷിക്കുന്ന തെങ്ങുകയറ്റ തൊഴിലാളികൾക്ക് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. നാളികേര വികസന ബോർഡിന്റെ ചങ്ങാതിക്കൂട്ടം പരിശീലനമോ നീര ടെക്നീഷ്യൻ പരിശീലനമോ വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് ആദ്യ വർഷം സൌജന്യ ഇൻഷുറൻസ് ലഭിക്കും. അവരുടെ 1 വർഷത്തേക്കുള്ള പ്രീമിയം തുക മുഴുവൻ ബോർഡ് തന്നെ വഹിക്കും. പരമ്പരാഗതമായി തെങ്ങുകയറ്റം തൊഴിലായി സ്വീകരിച്ചവർക്ക് പ്രീമിയം തുകയുടെ 25%, അതായത്
17 രൂപ മുടക്കി പദ്ധതിയിൽ ഗുണഭോക്താവാകാം. അപേക്ഷാ ഫോമിനും ക്ലെയിം ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.coconutboard.gov.in. തൃശൂർ അഗ്രി ഹോർട്ടി സൊസൈറ്റി, കേരള കാർഷിക സർവകലാശാല, വെറ്ററിനറി സർവകലാശാലകളുമായി ചേർന്ന് പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നു. തൃശൂർ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ ജനുവരി 18 മുതലാണ് പുഷ്പോത്സവം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം സൗജന്യമാണ്. റബ്ബറിന്റെയും റബ്ബർ ഉൽപ്പന്നങ്ങളുടെയും പരിശോധന, ഗുണനിലവാര നിയന്ത്രണം എന്നിവയിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. അസംസ്കൃത വസ്തുക്കളുടെ പരിശോധന, പ്രോസസ് കൺട്രോൾ, ഉൽപ്പന്നങ്ങളുടെ സൂക്ഷ്മ പരിശോധന തുടങ്ങിയ വിഷയങ്ങളിൽ ജനുവരി 18 മുതൽ 22 വരെ കോട്ടയത്തെ റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടത്തും. പരിശീലന ഫീസ് 5000 രൂപ. താമസ സൌകര്യത്തിന് പ്രതിദിനം 250 രൂപ അധികം നൽകണം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 048123533325, 048123533127. Email address training@rubberboard.org.in. ആനിമൽ സയൻസസ് ആൻഡ് വെറ്ററിനറി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് ഹോട്ടൽ സത്കാരയിൽ ജനുവരി 17 സെമിനാർ സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9847150209, 8281777071, മറ്റൊരു നമ്പർ 9447315909. വയനാട് അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ജനുവരി 22 മുതൽ ഫെബ്രുവരി 4 വരെ പൂപ്പൊലി പുഷ്പോത്സവം സംഘടിപ്പിക്കും. പൂപ്പൊലിയുടെ ഭാഗമായി ജനുവരി 21 വരെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ഉദ്യാനത്തിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമുണ്ടാകില്ലെന്ന് ഗവേഷണ കേന്ദ്ര മേധാവി അറിയിച്ചു. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 8800 രൂപ, കോഴിക്കോട് 9400 രൂപ, തൃശൂർ 8600 രൂപ. കൊപ്ര കൊച്ചി 6010 രൂപ, കോഴിക്കോട് 6150 രൂപ, തൃശൂർ 5980 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 62700 രൂപ, ഗാർബിൾഡ് 65700 രൂപ. ചുക്ക മീഡിയം 17500 രൂപ, ബെസ്റ്റ് 19000 രൂപ. മഞ്ഞൾ സേലം 11100 രൂപ, ഈറോഡ് 11300 രൂപ. അടയ്ക്ക പഴയത് 25500നും 26500നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 9600 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 9950 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 9600 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 9950 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 8800 രൂപ, കൊപ്ര 6010 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2100 രൂപ, പിണ്ണാക്ക് റോട്ടറി 2400 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 62700 രൂപ, കുരുമുളക് ഗാർബിൾഡ് 65700 രൂപ. ചുക്ക് മീഡിയം 17500 രൂപ, ചുക്ക് ബസ് 19000 രൂപ. അടയ്ക്ക പുതിയത് 20000നും 22500നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200നും 220നും മധ്യേ, തൊണ്ടില്ലാത്തത് 420നും 440നും മധ്യേ. ജാതിപത്രി കിലോഗ്രാമിന് 650നും 925നും മധ്യേ. ഗ്രാമ്പു കിലോഗ്രാമിന് 760 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 9600 രൂപ, RSS 4ാം ഗ്രേഡ് 9950 രൂപ. ഒട്ടുപാൽ 6300 രൂപ, ലാറ്റക്സ് 7400 രൂപ. കമ്പോള അവലോകനം. ആഗോള റബ്ബർ വില 7 വർഷത്തെ താഴ്ന്ന നിലവാരത്തിലേക്ക് ഇടിഞ്ഞതോടെ ഇന്ത്യയിൽ 4ാം ഗ്രേഡ് ഷീറ്റിന് 10000 രൂപയിലെ നിർണായക താങ്ങ് ഇന്ന് നഷ്ടമായി. വ്യാവസായിക ആവശ്യം പൂർണ്ണമായി നിലച്ചത് മുഖ്യ വിപണികളെ നിർജ്ജീവമാക്കി. 4ാം ഗ്രേഡ് കിലോയ്ക്ക് 99 രൂപ 50 പൈസയാണ്. നാളികേര വിളവെടുപ്പ് പുരോഗമിച്ചതിനൊപ്പം ഗ്രാമീണ മേഖലകളിൽ നിന്ന് പച്ചത്തേങ്ങ നീക്കം ഉയർന്നെങ്കിലും ഉൽപാദകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വെളിച്ചെണ്ണയ്ക്ക് ആവശ്യക്കാരില്ല. ഇതിനിടയിൽ മില്ലുകാർ സ്റ്റോക്ക് നീക്കം നിയന്ത്രിച്ചത് വിപണിക്ക് ഇന്ന് താങ്ങായി.
വണ്ടൻമേട് ഏലക്ക ലേലത്തിന് വന്ന ചരക്ക് 76,072 കിലോ പൂർണ്ണമായി വിറ്റഴിഞ്ഞു. മികച്ച ഇനം കിലോയ്ക്ക് 865 രൂപയിലും ശരാശരി ഇനങ്ങൾ 621 രൂപയിലുമാണ്. കയറ്റുമതി ഡിമാൻഡിൽ ഉത്തരേന്ത്യൻ ലേലത്തിൽ വലിപ്പം കൂടിയവയ്ക്ക് 1,450 രൂപ വരെ ഉറപ്പുവരുത്താനായി. കുരുമുളക് കർഷകർ ചരക്ക് നീക്കം കുറച്ചത് ഉൽപ്പന്ന വിലയിൽ നേരിയ ഉണർവ് ഉളവാക്കി. ഗാർബിൾഡ് മുളക് കിലോയ്ക്ക് 667 രൂപയിൽ വിപണനം നടന്നു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 36.2, 21.4. കൊച്ചി 32.8, 22.4. ആലപ്പുഴ 35.5, 23. പുനലൂർ 35.2, 19. തിരുവനന്തപുരം 33.6, കുറഞ്ഞ താപനില 23.1 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.